നമസ്കാരം എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളുടെ വെയിറ്റ് ലോസ് സെഗ്മെന്റിൽ പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ്. എഗ് ഡയറ്റ് എങ്ങനെ ചെയ്യാമെന്നാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ നമ്മൾ GM ഡയറ്റ് ഒക്കെ ചെയ്ത് ഒരു മാസം മുമ്പ് GM ഡയറ്റ് ഒക്കെ ചെയ്ത് വണ്ണം കുറച്ചിരിക്കുന്ന ഒരു ടൈമായിരുന്നു. 59 kg നിന്ന് 54 kgയിലേക്കാണ് ഞാൻ ഒരാഴ്ച കൊണ്ട് തന്നെ വണ്ണം കുറച്ച്. പിന്നെ ഇപ്പോൾ ക്രിസ്മസും ന്യൂ ഇയർ ഒക്കെ ആയപ്പോൾ നന്നായിട്ട് പുറത്തുനിന്നൊക്കെ ഫുഡൊക്കെ അടിച്ച് കണ്ടിന്യൂസ് ആയിട്ട് നോൺ വെജ് ഒക്കെ തട്ടി ഇപ്പം നന്നായിട്ട് വെയിറ്റ് കൂടിയിട്ടുണ്ട്. 3 kg ഞാൻ കൂടിയിട്ടുണ്ട് കേട്ടോ. അപ്പം എന്തായാലും ഞാൻ വിചാരിച്ചു GM ഡയറ്റ് ചെയ്യാം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മളുടെ GM ഡയറ്റിന്റെ വീഡിയോസിന്റെ താഴെ കുറച്ച് പേര് വന്ന് കമന്റ് ചെയ്ത് ചോദിച്ചത് എഗ് ഡയറ്റ് എന്താണെന്ന് പറഞ്ഞു തരുമോ, അതിനെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്യുമെന്ന്. അപ്പോൾ എഗ് ഡയറ്റ് ഞാൻ ഇത്ര നാൾ ചെയ്യാത്തത് കൊണ്ടും പേഴ്സണലായിട്ടൊരു എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ ഒരു വീഡിയോ ചെയ്യാഞ്ഞത്. അത് മാത്രമല്ല കേട്ടോ, കാരണം നമ്മളിപ്പോൾ ഒരു GM ഡയറ്റ് ചെയ്തിട്ട് അടുത്തൊരു ഡയറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അറ്റ്ലീസ്റ്റ് നമ്മൾ ഒരു മാസമെങ്കിലും വെയിറ്റ് ചെയ്യണം. അതാണ് നമ്മളുടെ ആരോഗ്യത്തിനും നല്ലത്. ഒരു ഹെൽത്തി ആയിട്ടുള്ള രീതി അതാണ്. എന്താണെന്ന് വെച്ചാൽ അത് ക്രാഷ് ഡയറ്റ് ആണ്. ഒരു ക്രാഷ് ഡയറ്റ് ചെയ്തിട്ട് അടുത്ത ക്രാഷ് ഡയറ്റ് ചെയ്യാൻ അറ്റ്ലീസ്റ്റ് നമ്മൾ ഒരു മാസമെങ്കിലും വെയിറ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഒരു മാസമൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ വെയിറ്റും നന്നായിട്ട് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും എഗ് ഡയറ്റ് ചെയ്യാം. അപ്പോൾ എഗ് ഡയറ്റ് മുമ്പ് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് എത്ര kg കുറയും എന്നൊന്നും പറഞ്ഞുതരാൻ പറ്റില്ല. എന്നാൽ കുറച്ച് പേര് എൻ്റെ ഫ്രണ്ട്സിലും റിലേറ്റീവ്സിലും കുറച്ച് പേര് എഗ് ഡയറ്റ് ഒക്കെ ചെയ്ത് വണ്ണം കുറച്ചവരുണ്ട്. 5 ദിവസം കൊണ്ട് 5 ദിവസം ഡയറ്റ് ചെയ്തിട്ട് 5 kg കുറച്ചവരുണ്ട്. 10 ദിവസം ചെയ്തിട്ട് 10 kg കുറച്ചവരുണ്ട്. അങ്ങനത്തെ ഒരുപാട് എക്സ്പീരിയൻസ് പിന്നെ റിസൾട്ടൊക്കെ കിട്ടിയിട്ടുള്ള ആൾക്കാരുണ്ട്. എനിക്കിപ്പോൾ ഒരു 3 kg കുറച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു 3 ദിവസം ചെയ്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റത്തെ ഡേ ഈ വീഡിയോയിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് രാത്രി വരെ കിടക്കുന്നത് വരെ എന്തൊക്കെയാണ് കഴിക്കണേന്ന് ഞാൻ GM ഡയറ്റ് ചെയ്ത് കാണിച്ചില്ലേ, അതുപോലെ തന്നെ എഗ് ഡയറ്റും ചെയ്ത് കാണിക്കുന്നുണ്ട്. ഫസ്റ്റ് ഡേ ഈ വീഡിയോയിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ എഗ് ഡയറ്റിനെ പറ്റിയിട്ട് ഭയങ്കര ഒരു ഇൻട്രോ ഒന്നും തന്ന് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. കാരണം GM ഡയറ്റിന്റെ ഇൻട്രോ കൂടിപ്പോയിന്ന് കുറച്ച് പേര് പരാതി പറഞ്ഞിട്ടുണ്ടായി. അതുകൊണ്ട് തന്നെ എഗ് ഡയറ്റ് ചെയ്യാൻ പോകുന്ന ഒരാൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. എഗ് ഡയറ്റ് എന്ന് പറയുമ്പോൾ അതിന്റെ പേരിൽ തന്നെയുണ്ട് നമ്മൾ മുട്ട കഴിച്ചുകൊണ്ട് വണ്ണം കുറയ്ക്കുന്ന ഒരു പരിപാടിയാണ്. ഈ മുട്ട എന്ന് പറയുന്ന സംഭവം നമ്മൾ ശരീരം പുഷ്ടിപ്പെടുത്താനും വണ്ണം വെക്കാനും ഒക്കെ കഴിക്കുന്ന ഒരു സംഭവമല്ലേ. അത് വെച്ചിട്ട് എങ്ങനെ വണ്ണം കുറയ്ക്കാമെന്ന് ആരായാലും ചിന്തിക്കും അല്ലേ. ഞാനും വിചാരിച്ചു എങ്ങനെയാണ് ഈ എഗ്ഗ് കഴിച്ചിട്ട് വണ്ണം കുറയ്ക്കുക. അപ്പോൾ ഞാൻ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് എഗ് ഡയറ്റ് ഒക്കെ ചെയ്തവരോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, നമ്മൾ വളരെ കുറച്ച് കാർബോഹൈഡ്രേറ്റ്സും വളരെ കുറച്ച് കാലറീസും കൂടുതൽ പ്രോട്ടീൻസും കഴിച്ചുകൊണ്ട് വണ്ണം കുറയ്ക്കുന്ന ഒരു ക്രാഷ് ഡയറ്റ് സെഗ്മെന്റിൽ പെട്ടിട്ടുള്ള ഒരു വെയിറ്റ് ലോസ് ഡയറ്റ് പ്ലാൻ ആണ് എഗ് ഡയറ്റ് എന്ന് പറയുന്നത്. അതായത് മുട്ട കൂടുതൽ കഴിച്ചിട്ട് നമ്മളുടെ ശരീരത്തിന് വേണ്ട പ്രോട്ടീൻസ് കൊടുത്തിട്ട് വളരെ കുറച്ച് കാർബോഹൈഡ്രേറ്റ്സും വളരെ കുറച്ച് കാലറീസും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഡയറ്റ് ആണ്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അതിനേക്കാൾ മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ 3 ഓപ്ഷൻസ് വരുന്നുണ്ട്. ഫസ്റ്റത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താലാണ് ഞാനിടുന്ന എല്ലാ വീഡിയോസിന്റെ പോസ്റ്റിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ, മിസ്സാവാതെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഡേ 1 കാണാം. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന ഡയറ്റ് ഉണ്ടല്ലോ, അതിനെ കുറച്ച് സ്പീഡപ്പ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഡെയിലി കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു ഡീടോക്സ് വാട്ടറിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യണത്. അപ്പോൾ മിക്കവർക്കും അറിയാം ഡീടോക്സ് വാട്ടർ എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന്. എന്നാലും ഞാൻ പെട്ടെന്ന് എൻ്റെ റെസിപ്പി പറഞ്ഞുതരാം കേട്ടോ. ഒരു പകുതി ചെറുനാരങ്ങ ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞെടുക്കുക. എന്നിട്ട് ഒരു കുറച്ച് മല്ലിയിലയും പുതിനയിലയും വളരെ കൊച്ചായിട്ട് ചോപ്പ് ചെയ്തെടുക്കുക. ഒരു മീഡിയം സൈസ് കുക്കുമ്പർ വട്ടത്തിൽ അരിഞ്ഞതും പിന്നെ ഒരു ഇഞ്ചി, ചെറിയൊരു കഷ്ണം ഇഞ്ചി നന്നായിട്ട് ചതച്ചെടുത്തതും കൂടി ഒരു ഗ്ലാസ് ജാറിനകത്ത് ഇട്ടിട്ട് അതിൽ 2 ലിറ്റർ വെള്ളം ഒഴിച്ചിട്ട് ഓവർനൈറ്റ് വെക്കുക. നമ്മളിപ്പോൾ ഇന്നാണ് ഡയറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ തലേ ദിവസം രാത്രി തന്നെ ഈ ഡ്രിങ്ക് ഉണ്ടാക്കി വെക്കുക കേട്ടോ. പിന്നെ ഡീടോക്സ് വാട്ടർ കുടിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. എന്നാലും ഞാൻ കുറച്ചും കൂടി നമ്മളുടെ ഡയറ്റ് ഒന്ന് എഫക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഡീടോക്സ് വാട്ടർ കഴിക്കണേ. പിന്നെ ഡീടോക്സ് വാട്ടർ മാത്രമല്ല, നമ്മൾ മൊത്തം 4 ലിറ്റർ വെള്ളമെങ്കിലും ഡയറ്റ് ചെയ്യുമ്പോൾ കുടിച്ചിരിക്കണം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡയറ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മളുടെ ബോഡി നന്നായിട്ട് ഡീഹൈഡ്രേറ്റ് ആവും. അപ്പോഴാണ് നമുക്ക് തലവേദനിക്കുക, തളർച്ച, ക്ഷീണമൊക്കെ കൂടുതലായിട്ടും ഫീൽ ചെയ്യുക. അതുകൊണ്ട് എപ്പോഴും വെള്ളം കുടിച്ചുകൊണ്ട് തന്നെ ഇരിക്കുക. അപ്പോൾ ഡീടോക്സ് വാട്ടറും പിന്നെ മറ്റേ നമ്മൾ സാധാരണ കുടിക്കുന്ന വെള്ളവും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറി മാറി കുടിച്ചുകൊണ്ടിരിക്കുക. ഡീടോക്സ് വാട്ടർ ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് ഈ ഒരു ഗ്ലാസ് വെയിറ്റ് ലോസ് ഡ്രിങ്ക് കഴിച്ചിട്ടാണ് കേട്ടോ ഞാൻ എൻ്റെ ആദ്യത്തെ ദിവസം തുടങ്ങുന്നത്. അപ്പോൾ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോണേക്കാൾ മുമ്പ് ഞാൻ എൻ്റെ വെയിറ്റ് ചെക്ക് ചെയ്യാൻ പോവാണ് കേട്ടോ. കറക്റ്റ് 57 kg ഉണ്ട്. അപ്പോൾ 3 ദിവസം ഡയറ്റ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു 3 kg കുറയുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും നമുക്ക് ഡയറ്റിങ് കഴിയുമ്പോൾ കാണാം കേട്ടോ.
അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു സിമ്പിളായിട്ടുള്ള എഗ് ബുർജിയാണ്. അപ്പോൾ ഇതുപോലത്തെ ക്രാഷ് ഡയറ്റിൻ്റെ ഒക്കെ പ്രത്യേകത എന്താണെന്നറിയോ? നമ്മളിപ്പോൾ ഫാമിലിയൊക്കെ ആയിട്ട് കഴിയുകയാണെങ്കിൽ എന്തായാലും നമ്മൾ അവർക്ക് ഫുഡ് പ്രിപ്പയർ ചെയ്യുമല്ലോ. അത് കഴിഞ്ഞ് പിന്നെ നമുക്കായിട്ടൊരു സ്പെഷ്യൽ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമുള്ളൊരു കാര്യമല്ല, നമുക്ക് ഭയങ്കര മടുപ്പ് തോന്നും. ഇതുപോലത്തെ സിമ്പിൾ റെസിപ്പി ആയതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കുകയും ചെയ്യാം. അതുപോലെ കുക്കിംഗ് അറിയാത്തവരാണെങ്കിലും പെട്ടെന്ന് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള റെസിപ്പീസാണ് എഗ് ഡയറ്റിലും GM ഡയറ്റിലൊക്കെ. GM ഡയറ്റിലാണെങ്കിൽ ആദ്യത്തെ 3 ദിവസം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ എഗ് ബുർജി ഉണ്ടാക്കാൻ ഒരു മീഡിയം സൈസ് സവാള നന്നായിട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കുക. പകുതി ക്യാപ്സിക്കം അതുപോലെ തന്നെ ചെറിയതായിട്ട് കട്ട് ചെയ്യുക. അതുപോലെ ഒരു ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട്, അതും ഇതുപോലെ തന്നെ വളരെ കൊച്ചായിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് പാൻ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ വളരെ കുറച്ച് ഓയിൽ മാത്രം ഞാൻ ഒഴിക്കണുള്ളൂ കേട്ടോ. സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർക്കുക. അതൊന്ന് ചൂടായി കഴിയുമ്പോൾ സവാള ഞാൻ അധികം വഴറ്റണില്ല കേട്ടോ. എനിക്കിങ്ങനെ എന്താ പറയുക, ക്രഞ്ചി ആയിട്ട് കഴിക്കാനാണ് ഇഷ്ടം. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കളറ് മാറാനായിട്ട് നിൽക്കണുള്ളൂ. അതിനുശേഷം പിന്നെ ബാക്കിയുള്ള പച്ചക്കറികളൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം 2 മുട്ട ചേർക്കുക. അപ്പോൾ പച്ചക്കറികളൊക്കെ ഒരു ഭാഗത്തേക്ക് മാറ്റി വെച്ചതിന് ശേഷം മുട്ട ഇടാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് സ്ക്രാമ്പിൾ ചെയ്യുക. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. ആവശ്യത്തിന് ഉപ്പൊക്കെ ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു, പറയാനായിട്ട് വിട്ടുപോയതാണ് കേട്ടോ. അങ്ങനെ എഗ് ബുർജി റെഡിയായി. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുക. കുറച്ച് സ്പൈസി ആയിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് ചേർക്കാം, അല്ലെങ്കിൽ കുരുമുളക് പൊടിച്ചതൊക്കെ ചേർക്കാം. എനിക്കിങ്ങനെ കഴിക്കാനാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ നമ്മുടെ എഗ് ബുർജി റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ആപ്പിൾ സ്ലൈസ് ചെയ്തതും പിന്നെ 1 കപ്പ് ഗ്രീൻ ടീ ആണ് കഴിക്കണേ. അപ്പോൾ ഗ്രീൻ ടീ ഞാൻ എൻ്റെ മിക്ക വീഡിയോസിലും കാണിക്കുമ്പോൾ എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ട്, ചേച്ചി കഴിക്കുന്ന ഗ്രീൻ ടീ എന്താണ് ഇങ്ങനെ ബ്രൗൺ കളറായിട്ടിരിക്കണേന്ന്. ഇത് തുളസി ഇൻഫ്യൂഷൻ ഗ്രീൻ ടീ ആണ് കേട്ടോ. പിന്നെ ക്യാമറയിൽ കാണുമ്പോഴാണ് ഇതിങ്ങനെ ഇരിക്കണ കളറ്. ഇതൊരു ഡാർക്ക് ഗ്രീൻ എന്ന് തന്നെ പറയാം. ഇതാ കണ്ടില്ലേ, മേലെ നോക്കി കഴിഞ്ഞാൽ ശരിക്കും കളർ അറിയാൻ പറ്റും. ക്യാമറയുടെ ലൈറ്റൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇതൊരു ബ്രൗൺ കളറായിട്ട് തോന്നുന്നത്. അപ്പോൾ ഞാൻ ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് നല്ലൊരു ഹെവി ആയിട്ടുള്ളൊരു മീലെടുത്ത പോലെയാണ്. പക്ഷേ എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല അല്ലേ. ചിലർക്ക് വിശപ്പ് കൂടുതലായിരിക്കും. വിശപ്പിൻ്റെ ലെവലൊക്കെ കൂടുതലുള്ളവർക്ക് ചിലപ്പോൾ ഇത് മതിയായില്ല എന്നൊരു തോന്നലുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ആപ്പിൾ സ്കിപ്പ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു മൾട്ടിഗ്രെയിൻ റോട്ടി കഴിക്കാട്ടോ ഇതിൻ്റെ കൂടെ. ഞാൻ മിഡ് മോർണിംഗ് സ്നാക്ക് കഴിക്കാൻ പോവാണ് കേട്ടോ. ഒരു ഓറഞ്ചാണ് എടുത്തിരിക്കണേ. അപ്പോൾ രാവിലത്തെ ഭക്ഷണം എനിക്ക് കുറച്ച് ഹെവി ആയിട്ടാണ് തോന്നിയത്. ഇപ്പോഴും അങ്ങനെ വലിയ കാര്യമായിട്ട് വിശക്കണമൊന്നുമില്ല. എന്നാലും നമ്മൾ ക്രാഷ് ഡയറ്റ് അല്ലേ ചെയ്യണത്. കറക്റ്റ് ടൈമിൽ അതിൻ്റേതായ രീതിയിൽ ഭക്ഷണം കഴിച്ചാലാണ് നമ്മളുടെ ശരീരത്തിന് വേണ്ട പോഷണങ്ങൾ കിട്ടുള്ളൂ. മിക്കവരും ക്രാഷ് ഡയറ്റ് ചെയ്യുമ്പോൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് തല വേദനിക്കുന്നുണ്ട്, അതുപോലെ ഭയങ്കര ക്ഷീണവും തളർച്ചയും. രാവിലെയൊക്കെ കഴിഞ്ഞൊരു ഉച്ചയാകുമ്പോഴേക്കും ഭയങ്കര ടയേർഡാവും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കറക്റ്റ് ടൈമിൽ ഭക്ഷണം കഴിക്കാത്തതുകൊണ്ടാണ്. മിഡ് മോർണിംഗ് സ്നാക്കൊക്കെ ചിലർ സ്കിപ്പ് ചെയ്യും. അതുപോലെ മിഡ് ഈവനിങ് സ്നാക്കും കൂടുതലായിട്ട് ആൾക്കാർ സ്കിപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് വിശക്കണില്ല, വയറ് ഫുള്ളായിട്ടുള്ളൊരു ഫീലിംഗ് ആണെങ്കിൽ പോലും നിങ്ങൾ എന്തെങ്കിലും ഒന്ന് കഴിക്കുക. അതിപ്പോൾ ഒരു ഫ്രൂട്ടോ വെജിറ്റബിൾ ആയാൽ അത്രയും നല്ലത്. പിന്നെ വെള്ളം ധാരാളം കുടിക്കുക, ബോഡീനെ ഹൈഡ്രേറ്റ് ആക്കി വെക്കുക. ഇപ്പോൾ GM ഡയറ്റിൽ തന്നെ 2ാമത്തെ ദിവസമായി ഇപ്പോൾ നല്ലപോലെ തല വേദനിക്കണമെന്ന് കുറേ പേര് കമൻറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായി. അവരോടൊക്കെ ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ്, അന്ന് പറഞ്ഞിരിക്കുന്ന ഭക്ഷണം കഴിക്കുക, വെള്ളം ധാരാളം കുടിക്കുക. ഇനി നമുക്ക് ലഞ്ച് പ്രിപ്പയർ ചെയ്യാം. പ്രിപ്പയർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പണിയുള്ള കാര്യമൊന്നുമല്ല കേട്ടോ. നമുക്ക് 2 മുട്ട നന്നായിട്ട് പുഴുങ്ങിയെടുക്കുക. പിന്നെ മുട്ട പുഴുങ്ങിയെടുത്തതിന് ശേഷം അതിൻ്റെ മഞ്ഞയില്ലേ, മഞ്ഞ നമ്മൾ റിമൂവ് ചെയ്യാം. മഞ്ഞ നമ്മൾ കഴിക്കാൻ പാടില്ല കേട്ടോ, വെള്ളം മാത്രം കഴിക്കാൻ പാടുള്ളൂ. അപ്പോൾ വീട്ടിൽ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് മുട്ടയുടെ മഞ്ഞ കൊടുക്കുക. എന്നിട്ട് നമുക്കൊരു ദിവസം 4 മുട്ടയാണ് കഴിക്കാൻ പാടുള്ളൂ, അതാണ് ലിമിറ്റ്. അപ്പോൾ രാവിലെ നമ്മൾ 2 മുട്ട വെച്ചിട്ടാണ് എഗ് ബുർജി ഉണ്ടാക്കിയത്. ഇപ്പോൾ ബാലൻസ് ഉള്ള 2 മുട്ടയാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ കഴിക്കാൻ പോണേ. പിന്നെ ഒരു മീഡിയം സൈസ് സവാളയും തക്കാളിയും ഇതുപോലെ സ്ലൈസ് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ ലഞ്ച്. 2 മുട്ടയുടെ വെള്ള, പിന്നെ ഒരു തക്കാളി, ഒരു സവാള സ്ലൈസ് ചെയ്തത്. നമ്മളുടെ ലഞ്ച് കുറച്ച് സിമ്പിളായി പോയല്ലേ.
അതുകൊണ്ട് എനിക്ക് ഇത്തിരി വിശക്കണുണ്ട് കേട്ടോ. മിഡ് ഈവനിങ് സ്നാക്ക് കഴിക്കാൻ പോവാണ്. അപ്പോൾ മിഡ് ഈവനിങ് സ്നാക്ക് ആയിട്ട് എടുത്തിരിക്കുന്നത് കുറച്ച് ബദാമാണ്. ഒരു പിടി ബദാം എടുത്തിട്ടുണ്ട്. പിന്നെ ഗ്രീൻ ടീ ആണ് കഴിക്കണേ. അപ്പോൾ മിഡ് ഈവനിങ് സ്നാക്ക് കഴിക്കാനായിട്ട് ഒരു ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് 4 മണിക്കും 5 മണിക്കും ഇടയിലാണ്. നമ്മൾ വൈകിട്ട് ചായയും സ്നാക്കൊക്കെ കഴിക്കില്ലേ, ആ ഒരു ടൈം തന്നെ. അപ്പോൾ ഗ്രീൻ ടീ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് നമ്മളുടെ ചായ കോഫി കുടിക്കാം, പക്ഷേ മധുരം വളരെ കുറച്ചിട്ടിട്ട് കഴിക്കാം കേട്ടോ. അപ്പോൾ ദിവസത്തിൽ ഒരിക്കൽ ചായയും കോഫിയും കഴിക്കുന്നതിൽ കുഴപ്പമില്ല, എന്നാൽ മധുരം കുറച്ചിട്ടിട്ട് വേണം കഴിക്കാൻ. ഏറ്റവും ബെസ്റ്റ് ഗ്രീൻ ടീ കഴിക്കുന്നതായിരിക്കും. ഞാൻ ഇത്ര നേരം കുടിച്ച വെള്ളം 2 ലിറ്ററാണ് കേട്ടോ. ഈ ഒരു ബോട്ടിൽ 2 ബോട്ടിൽ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് 1 ലിറ്ററിൻ്റെ ബോട്ടിലാണ്. അപ്പോൾ എല്ലാവരും ഡയറ്റ് ചെയ്യുന്ന എല്ലാവരും വെള്ളം ധാരാളം കുടിക്കുക. എന്തൊരു വെറുപ്പിക്കലാണ്, എത്ര വട്ടം പറയണമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയണത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡിന്നറാണ് ഞാനിന്ന് എടുക്കാൻ പോണേ. ഒരു ഡ്രാഗൺ ഫ്രൂട്ടാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏത് ഫ്രൂട്ടാണോ ഉള്ളത് അതെടുക്കാം കേട്ടോ. ഇത് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. പിന്നെ കഴിക്കുമ്പോൾ വെള്ളം ധാരാളം അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട് കഴിക്കുക. അതായത് തണ്ണിമത്തൻ, മുന്തിരി, അങ്ങനത്തെ ഫ്രൂട്ടൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാനൊരു കുക്കുംബറും സ്ലൈസ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ലഞ്ചൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ഡീടോക്സ് വാട്ടറും കൂടിയും കുടിച്ചിട്ടാണ് കേട്ടോ ഞാൻ കിടന്നുറങ്ങാം. അപ്പോൾ എൻ്റെ ആദ്യത്തെ ദിവസം, എഗ് ഡയറ്റിൻ്റെ ആദ്യത്തെ ദിവസം ഇവിടെ കഴിയാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് എഗ് ഡയറ്റിനെ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്ത് ചോദിക്കാം. ഒരു മടിയും വിചാരിക്കേണ്ട കേട്ടോ, എന്നെ ഒരു ഫ്രണ്ടായിട്ട് കാണാം. ഇല്ലെങ്കിൽ പിന്നെ പേഴ്സണലായിട്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെയിൽ ID കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ പേഴ്സണലായിട്ട് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. അപ്പോൾ എഗ് ഡയറ്റിൻ്റെ 2ാമത്തെ ദിവസം ഞാൻ നാളെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ എക്സ്പീരിയൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് അങ്ങനെ ഡയറ്റിൽ ഉണ്ടായിരുന്ന അത്രയും ക്ഷീണമൊന്നും എഗ് ഡയറ്റിൽ തോന്നണില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ക്രാഷ് ഡയറ്റൊക്കെ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്ന ആൾക്കാരാണെങ്കിൽ എന്തുകൊണ്ടും ഡയറ്റിനേക്കാളും ബെറ്റർ എഗ് ഡയറ്റാണെന്നേ ഞാൻ പറയുള്ളൂ. കാരണം ഡയറ്റിൽ ആദ്യത്തെ ദിവസം നമ്മൾ ഫ്രൂട്ട്സ് മാത്രം കഴിക്കാൻ പാടുള്ളൂ, 2ാമത്തെ ദിവസം പച്ചക്കറി മാത്രം കഴിക്കാൻ പാടുള്ളൂ. അപ്പോൾ പെട്ടെന്ന് അങ്ങനെയൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമുക്ക് കൂടുതലും ക്ഷീണവും തളർച്ചയൊക്കെ തോന്നും. എത്ര ഫ്രൂട്ട്സ് കഴിച്ചാലും നമുക്ക് കഴിക്കുന്ന ടൈമിൽ വയറ് നല്ല ഫുള്ളായിട്ട് തോന്നും. കുറച്ച് കഴിയുമ്പോൾ പിന്നെ വിശക്കാൻ തുടങ്ങും. പക്ഷേ എഗ് ഡയറ്റിൽ അങ്ങനെയല്ല കേട്ടോ. എനിക്കങ്ങനെ വലിയ കാര്യമായിട്ട് ക്ഷീണവും തളർച്ചയൊന്നും തോന്നിയിട്ടില്ല. വിശപ്പും കുറവായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നാളെ കാണാം. ബൈ ബൈ.